ഹലോ നമസ്കാരം, ഞാൻ മെറിൻ. വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ജൂട്ട് വെച്ചിട്ടൊരു ബോട്ടിൽ പ്ലാന്റ് ഹാങ്ങിങ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കാരണം ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ബോട്ടിലാണ്. നിങ്ങൾക്ക് ഏത് ഷേപ്പുള്ള ബോട്ടിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഓൾഡ് മങ്ങിൻ്റെ ബോട്ടിലാണ്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ജൂട്ടാണ്, അതായത് ചണം. ഇതിൽ നിന്ന് നമുക്ക് 1 മീറ്ററിൻ്റെ 8 ത്രെഡ് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ 8 ത്രെഡ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇനി 4 നമ്മൾ പെയർ ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ എടുത്ത 8 ത്രെഡ് 4 ത്രെഡായിട്ട് സെപ്പറേറ്റ് ചെയ്തേക്കുവാണ്. 4 ത്രെഡ് ഹോറിസോണ്ടലായിട്ടും 4 ത്രെഡ് വെർട്ടിക്കലായിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്നത്. ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ത്രെഡ് എടുക്കുക, എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. നെക്സ്റ്റ് ഈ ത്രെഡ് എടുക്കുക, ഈ ത്രെഡ് ഇത് ഇങ്ങനെ വയ്ക്കുക. അതായത് നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ടാണ് പോകുന്നത്. ഇനി ഈ ത്രെഡ് എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ മേളിൽ കൂടെ വെച്ച് കൊടുക്കുക. ഇനി അവസാനത്തെ ഈ ത്രെഡ് ഈ സൈഡിലോട്ട് വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അകത്തോട്ടിടുക. അപ്പം നമ്മൾ എല്ലാം ഒരു ക്ലോക്ക് വൈസ് ഷേപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 4 എൻഡും ഇനി ഈ ത്രെഡിൻ്റെ 4 എൻഡും നമ്മൾ വലിച്ചു കൊടുക്കണം. നല്ല ടൈറ്റായിട്ട് വേണം ഈ നോട്ട് കെട്ടാൻ വേണ്ടിയിട്ട്. ഈ 4 ത്രെഡിൻ്റെ അകത്ത് എൻഡിലുള്ള ത്രെഡും ഈ ഇത്രയും പെയർ ചെയ്യുന്ന ഈ ഒരു ത്രെഡോടെ എടുക്കുക. എന്നിട്ടൊരു നോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത്രയും ഒരു ഗ്യാപ്പ് വെച്ചിട്ട് നോട്ട് ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് ഇതിൽ തന്നെയുള്ള 2 പെയർ എടുത്തിട്ട് നോട്ട് ഇട്ട് കൊടുക്കുക. സെയിം ഹൈറ്റിൽ തന്നെ നോട്ട് ഇടുക. ഇനി ഈ 4 ത്രെഡിൽ ഒരു ത്രെഡും ഈ പെയറിൽ ഒരു ത്രെഡും എടുക്കുക. എന്നിട്ട് നോട്ട് ഇട്ട് കൊടുക്കുക. ഇതേ രീതിയിൽ എല്ലായിടത്തും നോട്ട് ഇട്ട് കൊടുക്കാം. സെയിം ഹൈറ്റിൽ എല്ലായിടത്തും നോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു കംപ്ലീറ്റ് റൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ബോട്ടിൽ ഇതിൻ്റെ മേളിൽ വയ്ക്കുക. എന്നിട്ട് നെക്സ്റ്റ് നോട്ട് ഇവിടെ വരത്തക്ക രീതിയിലുള്ള നോട്ട് ഇടണം. അത്രയൊന്ന് മെഷർ ചെയ്ത് വെക്കുക. എന്നിട്ട് നോട്ട് ഇട്ട് കൊടുക്കുക. ഈ 2 പേർ എടുക്കുവാണെങ്കിൽ, നമ്മൾ നേരത്തെ ഇട്ട് 2 നോട്ട് എടുക്കുവാണെങ്കിൽ ഇതിൽ നിന്ന് ഒരെണ്ണവും ഇതിൽ നിന്ന് ഒരെണ്ണവും കൂടെ എടുക്കുക. എന്നിട്ട് നോട്ട് ഇട്ട് കൊടുക്കുക. നോട്ട് ഇടുമ്പോൾ എപ്പോഴും ഒരേ പൊസിഷനിലാണോ എന്ന് ചെക്ക് ചെയ്യണം.
അപ്പോൾ നമ്മൾ ഈ ഒരു റൗണ്ടും കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നല്ലതുപോലെ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബോട്ടിൽ ഇതിൻ്റെ മുകളിൽ വയ്ക്കുക. എന്നിട്ട് എല്ലാ ത്രെഡും മുകളിലോട്ട് എടുക്കുക. ഇനി ഈ ബോട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഈ ഒരു ഹൈറ്റിൽ എല്ലായിടത്തും നോട്ടിട്ട് കൊടുക്കണം. ആ ബോട്ടിലിൻ്റെ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ബോട്ടിൽ ഉള്ളിൽ തന്നെ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇത് കണ്ടോ, മാറ്റിയപ്പോഴത്തേക്ക് നമുക്കൊരു ബാസ്ക്കറ്റ് പോലാണ് കിട്ടുന്നത്. ആ ഒരു ബോട്ടിലിൻ്റെ സൈസ് തന്നെ കിട്ടണമെങ്കിൽ അത് അതിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ട് ചെയ്യണം. ഇതേ രീതിയിൽ ബാക്കി നോട്ടും നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു നോട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞു കംപ്ലീറ്റ് ആയിട്ട്. ഈ ബോട്ടിൻ്റെ ഈ ഒരു നെക്ക് പോർഷൻ വരെ ഇതുപോലെ ഇങ്ങനെ നോട്ട് ഇട്ടിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ നോട്ടിട്ടിട്ട് മേളിൽ വരെ എത്തിയിട്ടുണ്ട്. മേളിലാവുമ്പോഴത്തേക്ക് നമ്മൾ ആ നോട്ടിൻ്റെ സൈസ് ചെറുതാക്കണം. അപ്പോൾ നമ്മളുടെ ബോട്ടിൽ നമ്മളിങ്ങനെ എൻഡ് വരെ ഫുള്ള് നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നെക്ക് പോർഷനിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ നോട്ട് ചെറുതാക്കി അടുപ്പിച്ചടുപ്പിച്ചാണ് കെട്ടുന്നത്. അങ്ങനെ കെട്ടുമ്പോഴത്തേക്ക് നല്ല ഈ ഒരു ബോട്ടിലിൻ്റെ ഒരു കവർ പോലെ അങ്ങാവും. കണ്ടില്ലേ, നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. ലൂസൊന്നും ആവാതെ ടൈറ്റായിട്ട് ആ ബോട്ടിലിൽ തന്നെ ഒട്ടിയിരിക്കും. ഇനി ഈ ബാക്കി വന്നേക്കുന്ന ത്രെഡ് നമുക്ക് ഒരു ഹൈറ്റിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്തു. ഇനി ഇത് ഫെവി ബോണ്ട് വെച്ചിട്ട് ഈ ത്രെഡെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇത് നല്ലതുപോലെ ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ഫെവി ബോണ്ട് ഇതിൻ്റെ മുകളിൽ ഒന്നുകൂടെ ചെയ്യുക. ഇനി നമ്മൾ ജൂട്ട് വെച്ചിട്ട് ഇത് ഫുള്ള് കംപ്ലീറ്റ് റോൾ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ടോപ്പ് പോർഷൻ വരെ നമ്മൾ ഫെവി ബോണ്ട് വെച്ചിട്ട് ഒട്ടിച്ചൊടുത്തേക്കുവാണ്. ഇതിന് നമുക്കൊരു ജൂട്ട് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ജൂട്ടിൻ്റെ ഈ ഒരു നോട്ട് കണ്ടില്ലേ, ഇവിടെ ആദ്യം ഈ ഒരു ജൂട്ട് വെച്ചിട്ട് വേറൊരു ജൂട്ട് വെച്ചിട്ട് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. ഈ ത്രെഡ് ഇവിടെ ബാക്കിലോട്ടും വെച്ച് എന്നിട്ട് ഈ നമ്മുടെ നീളമുള്ള ത്രെഡ് വെച്ചിട്ട് ഇത് ഫുള്ള് റോൾ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മൾ മേള് വരെ ഫുള്ള് ജൂട്ട് വെച്ചിട്ട് ഒട്ടിച്ച് കഴിഞ്ഞു. കണ്ടില്ലേ? അപ്പോൾ നല്ലൊരു ഫിനിഷിങ്ങിലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അഥവാ പ്ലാന്റ്സ് ഒക്കെ വെക്കാനാണെങ്കിൽ ഡയറക്റ്റ് ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ഹാങ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ബോട്ടിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് അപ്പോൾ ഈ ബോട്ടിൽ ഇങ്ങനെ നേരെ വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര ലെങ്ത് ആണോ ഹാങ്ങിങ്ങിന് വേണ്ട ആ ഒരു ലെങ്ത്തിന് ജൂട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഏതെങ്കിലും 2 നോട്ടിൻ്റെ അകത്തൂടെ ഈ ത്രെഡ് എടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു നോട്ട് കെട്ടിക്കൊടുക്കുക. നല്ലതുപോലെ 2-3 കെട്ടിട്ടിട്ട് സെക്യൂർ ആക്കി കൊടുക്കുക. ബോട്ടിൽ ഇങ്ങനെ ചരിച്ച് വെച്ചിട്ടോ നേരെ വെച്ചിട്ടോ കറക്റ്റായിട്ട് മെഷർ ചെയ്യുക, ഈക്വൽ ഹാഫ് ആക്കുക. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നോട്ട് ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റ് സൈഡായിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഏതെങ്കിലും 2 നോട്ടിൽ കൂടെ എടുക്കുക ത്രെഡ്. എന്നിട്ട് നോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ഇട്ട നോട്ടിൻ്റെ ആ ഒരു സെയിം ഹൈറ്റിൽ തന്നെ ഇടാൻ നോക്കണം. അഡീഷണൽ ആയിട്ടുള്ള ത്രെഡ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മളുടെ ഹാങ്ങിങ് ബോട്ടിൽ റെഡിയായി. ഇനി മേളിൽ ഒരു ഹാങ്ങിങ്ങിൻ്റെ ഹുക്കിന് വേണ്ടിയിട്ട് ഇത് കറക്റ്റ് ഈക്വലായിട്ട് എടുത്തിട്ട് ഇവിടെ ഒരു നോട്ട് ഇട്ട് കൊടുത്താൽ മതി. കറക്റ്റ് ഒരു ഹുക്ക് പോലെ ആക്ട് ചെയ്യും. അപ്പോൾ നമ്മളുടെ ബോട്ടിൽ പ്ലാന്റ് ഹാങ്ങിങ് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? വളരെ ഭംഗിയാണ് കാണാൻ. മണി പ്ലാന്റ് ഒക്കെ നടുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് കയറൊന്നും കെട്ടിക്കൊടുക്കേണ്ട കാര്യമില്ല, ഇതുപോലത്തെ ഹാങ്ങിങ് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചിരുന്നു എങ്ങനെയാണ് പ്ലാന്റ് ഹാങ്ങേഴ്സ് ഉണ്ടാക്കുന്നതെന്ന്. 2 മെത്തേഡ് കാണിച്ചിരുന്നു, 2 വീഡിയോസായിട്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കണ്ടു നോക്കുക. വളരെ ഭംഗിയാണ് കാണാൻ, അതുപോലെ തന്നെ വളരെ ഈസിയാണ് ഇത് ചെയ്യാൻ. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സിനെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കാരണം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം പേജിലും ഒന്ന് ഫോളോ ചെയ്തേക്കുക. അവിടെ നിങ്ങൾക്ക് എൻ്റെ വർക്ക്സിൻ്റെ അപ്ഡേറ്റ്സ് കാണാവുന്നതാണ്. ഇതുപോലത്തെ പുതിയ വീഡിയോസായിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മെറിൻ. നന്ദി, നമസ്കാരം.